സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൂടിയുണ്ട്. കണ്ണൂരിലേക്ക് പോകുമ്പോൾ അവിടെ ആറളത്ത് ഇടിമിന്നലേറ്റ് ചെത്ത് തൊഴിലാളി മരിച്ചു. 12-ാം ബ്ലോക്കിലെ രാജീവനാണ് മരിച്ചത്. ജോലി കഴിഞ്ഞ് വിശ്രമിക്കുന്നതിനിടെയാണ് ഇടിമിന്നലേറ്റത്. സുനിൽ ഐസക് വിവരങ്ങൾ നൽകും. സുനിൽ, എന്താണ് ഉണ്ടായത്? എപ്പോഴാണ് ഇതുണ്ടായത്? ജിൽസി, ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാവുന്നത്. കണ്ണൂർ ആർളം ഫാമിലെ 13-ാം ബ്ലോക്കിലാണ് സംഭവം. ഇവിടെ താൽക്കാലികമായി ചെത്ത് തൊഴിലാളിയായി ജോലി ചെയ്യുന്ന ആളാണ് രാജീവൻ. അവിടെ ചെത്ത് തൊഴിൽ കഴിഞ്ഞ് അതിനോട് ചേർന്ന ഷെഡിൽ സുഹൃത്തുക്കൾക്കൊപ്പം വിശ്രമിക്കുന്നതിനിടയിലാണ് ഇടിമിന്നലേക്കുന്നത്. തൊട്ടടുത്തുള്ള തെങ്ങിലോ മറ്റുമാണ് ഇടി വെട്ടിയതെന്നാണ് കരുതുന്നത്. എന്തായാലും അതിൻ്റെ മിന്നൽ ഏറ്റാണ് ഇദ്ദേഹം മരിക്കുന്നത്. ശരീരത്ത് വലിയ തോതിലുള്ള പൊള്ളലുണ്ടായി. തുടർന്ന് സുഹൃത്തുക്കൾ ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ അവിടെ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. കൂടെ ഉണ്ടായിരുന്ന 2 പേർക്കും ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. നേരത്തെ ആർളം ഫാമിലെ സ്ഥിരം തൊഴിലാളിയായിരുന്നു, കള്ളിയത്ത് തൊഴിലാളിയായിരുന്നു രാജീവൻ. കഴിഞ്ഞ കുറച്ചു കാലമായി പകരം ജോലിക്ക് വരുന്നതാണ്. അതായത് ആരെങ്കിലും ഒരാൾ ഇല്ലാത്ത ദിവസങ്ങളിൽ പകരക്കാരനായി വരുന്ന ആളാണ്. കഴിഞ്ഞ 2 ദിവസമായി ഈ ഫാമിലെ 12-ാം ബ്ലോക്കിൽ ചെത്ത് തൊഴിലിന് സ്ഥിരമായി തുടർച്ചയായി വന്നുകൊണ്ടിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. സുനിൽ, ഒപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ മറ്റിടങ്ങളിൽ നിന്ന് കാര്യമായ മഴക്കെടുതി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇന്ന് കണ്ണൂരിലെ കാലാവസ്ഥ എങ്ങനെയാണ്? ജിൽസി, അതിശക്തമായ മഴ കണ്ണൂർ ജില്ലയിലെമ്പാടും അതിശക്തമായ മഴയാണ്. മലയോര മേഖലകളിലൊക്കെ ഇടിമിന്നലും കാറ്റുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ ചെറിയ തോതിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രിയോടുകൂടി കർണാടക വനത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായതായി സംശയമുണ്ട് എന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഇരിട്ടിയിലും മറ്റും പുഴയിൽ വലിയ തോതിൽ വെള്ളം കയറിയിട്ടുണ്ട്. പുഴയുടെ കരയിൽ താമസിക്കുന്നവരോട് ജാഗ്രത പാലിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏതാണ്ട് 4 കുടുംബങ്ങളെ ഈ പുഴയുടെ കരയിലും മറ്റും താമസിക്കുന്ന ആളുകളെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ചെറുപുഴ അടക്കമുള്ള കരിങ്കോട് പുഴ അടക്കമുള്ളവ കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഇന്നലെ ഇവിടെ ഏഴരക്കടപ്പുറത്ത് കുളിക്കാനിറങ്ങിയ ഒരാളെ കാണാതായിരുന്നു. അയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരമാണ് സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ 2 പേർ തിരയിൽപ്പെടുന്നത്. അതിലൊരാളെ രക്ഷപ്പെടുത്തി. ഒരാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നു. പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്നലെ രാത്രി തുറന്നിട്ടുണ്ട്. അപ്രതീക്ഷിതമായി, അതായത് നേരത്തെ മുൻകൂട്ടി അറിയിക്കാതെ ഷട്ടറുകൾ തുറന്നുവെന്ന് ആരോപിച്ച് അവിടെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ മഴ ഇങ്ങനെ ശക്തമായി തന്നെ തുടരുന്നുണ്ട്. മറ്റ് മഴക്കെടുതികളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇരിട്ടി താലൂക്കിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോരത്തടക്കം അതിശക്തമായ മഴ തുടരുന്നു. 5 താലൂക്കുകളിലും കൺട്രോൾ റൂമുകളും മറ്റും തുറന്നിട്ടുണ്ട്. എന്തായാലും മഴ കഴിഞ്ഞ 2 ദിവസമായി അതിശക്തമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ജിൽസി.